എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയ തർക്കം അങ്ങനെ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. മനുഷ്യൻ വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ ചില ആളുകളൊക്കെ മനുഷ്യൻ്റെ അതായത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ടാണ് പല പ്രശ്നങ്ങളെന്നൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ തർക്കം വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് അത് തന്നെയാണ്. മനുഷ്യൻ ബേസിക്കലി ശരിക്കും ആരാണ്? വെജിറ്റേറിയൻ ആണോ അതോ നോൺ വെജിറ്റേറിയൻ ആണോ? അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലേ? നോക്കൂ, ബേസിക്കലി വെജിറ്റേറിയൻ ഭക്ഷണം അതായത് സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികളെ നമ്മൾ ഹെർബിവോറസ് എന്ന് പറയും, അല്ലേ? ഇപ്പം നമ്മുടെ പശു, ആട്, അങ്ങനെയുള്ള സംഗതികൾ. കംപ്ലീറ്റ്ലി നോൺ വെജ് ഇറച്ചി മാത്രം കഴിക്കുന്ന ജീവികളെ നമ്മൾ കാർണിവോറസ് എന്ന് പറയും. ഇപ്പം നമ്മൾ പുലി അല്ലെങ്കിൽ സിംഹം അതൊന്നും സസ്യങ്ങൾ കഴിക്കുന്നില്ല. ഇത് രണ്ടും കഴിക്കുന്നവരെ ഒമ്നിവോറസ് എന്ന് പറയും. അപ്പോൾ മനുഷ്യൻ ബേസിക്കലി ഒമ്നിവോറസ് ആണ്. നമ്മൾ സസ്യങ്ങളും നമ്മൾ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ കഴിക്കാറുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോൺ വെജും കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യ കുലത്തിനെ ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വെജിറ്റേറിയൻ എന്നോ നോൺ വെജിറ്റേറിയൻ എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ രണ്ടും കഴിച്ചാൽ, അതായത് രണ്ടും കഴിച്ചാലും ദഹിക്കുന്ന ആളുകളാണ്. പക്ഷേ മനുഷ്യർക്കിടയിൽ നമുക്കറിയാം, നമ്മളൊരു ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ വെജിറ്റേറിയൻസ് ആയിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻസ് ആയിട്ട് മാറാറുണ്ട്, അല്ലെങ്കിൽ ഓവോ വെജിറ്റേറിയൻസ്, അതായത് വെജിറ്റേറിയൻ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ എഗ്ഗ്, മുട്ട മാത്രമുള്ള കഴിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെ പല രീതിയിൽ അത് അവനവന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ കൊണ്ട് പലരും എടുക്കുന്ന തീരുമാനങ്ങളാണ്. അപ്പൊ ഇതില് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇത് നല്ലത്, ഇത് ചീത്ത, അല്ലെങ്കിൽ മനുഷ്യൻ ശരിക്കും വെജിറ്റേറിയൻ ആയിരുന്നു, ഇപ്പൊ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ്, ഇപ്പൊ നമ്മൾ ഇറച്ചി മീനൊക്കെ കൂടുതൽ കഴിക്കണോണ്ടാണ് മനുഷ്യനിൽ വയലന്റ് ബിഹേവിയർ കൂടുന്നതെന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ വയലന്റ് ബിഹേവിയർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന ജീവികളെ, ഇപ്പം നമ്മൾ അങ്ങനത്തെ ജീവികളുടെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ വയലന്റ് ബിഹേവിയർ വരുന്നതെന്നൊക്കെ പല വെജിറ്റേറിയൻസും ഇങ്ങനെ വാദിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു തരത്തിലുള്ള സയന്റിഫിക് ബേസിസും ഇല്ല. നോക്കൂ, നമ്മുടെ എവല്യൂഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അതായത് കുറേ കാലം അറിയാലോ, നമ്മൾ ആദ്യം 4 കാലിൽ നടന്നിരുന്നു, പിന്നെ പതുക്കെയാണ് മനുഷ്യൻ, ഇപ്പം നിയാൻഡർത്താൽ മനുഷ്യൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ശിലായുഗത്തിലൊക്കെയുള്ള മനുഷ്യന്മാരെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കോലൊന്നും ആയിരുന്നില്ല. തലയുടെ വലിപ്പമൊക്കെ ചെറുതായിരുന്നു. ഓക്കെ, അതായത് തലച്ചോറിന്റെ വലിപ്പം ചെറുതായിരുന്നു, ഇത്രയൊന്നും ബുദ്ധി ഉണ്ടായിരുന്നില്ല. അപ്പം മനുഷ്യന്റെ ഒരു എവല്യൂഷൻ നോക്കുമ്പോൾ, അവരുടെ കാലാന്തരത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ നോക്കുന്ന സമയത്ത് മനുഷ്യൻ 4 കാലിൽ നടന്ന മനുഷ്യൻ 2 കാലിൽ നിവർന്ന് നടക്കാൻ തുടങ്ങി എന്നുള്ളത് മാത്രമല്ല, മനുഷ്യന്റെ രൂപത്തിലും ഘടനയിലും ധാരാളം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊരു പ്രധാന വ്യത്യാസം നമ്മുടെ തലച്ചോറിന്റെ വലിപ്പം കൂടി, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ വലിപ്പം കൂടി എന്നുള്ളതാണ്. അപ്പൊ ഈ തലച്ചോറിന്റെ വലിപ്പം കൂടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് പറയുന്നത്, മനുഷ്യൻ പതുക്കെ വെജിറ്റേറിയൻ ആയിരുന്ന മനുഷ്യൻ കാലക്രമേണ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള, അതായത് വേട്ടയാടി മൃഗങ്ങളെ കൊന്ന് തിന്നാൻ തുടങ്ങിയതിന് ശേഷമാണ്. അല്ലെങ്കിൽ അതുകൂടി എന്തുകൊണ്ടത്? ഒബ്വിയസ്ലി ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ പ്രോട്ടീൻ ഉണ്ട് ധാരാളം, അല്ലെ? നമ്മുടെ ഇറച്ചി മീൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കാലക്രമേണ മനുഷ്യരുടെ എവല്യൂഷന്റെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ അത് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് മനുഷ്യന് വേണ്ടത്ര പ്രോട്ടീൻ കിട്ടുകയും മനുഷ്യന്റെ തലച്ചോറും പേശികളൊക്കെ കൂടുതലായിട്ട് വികസിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് ശാസ്ത്രീയപരമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ കാലക്രമേണ രൂപാന്തരം പ്രാപിച്ചതനുസരിച്ചിട്ട് മനുഷ്യൻ ഒരു വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയ ശരീരഘടനയല്ല നമുക്കുള്ളത്. ഓക്കെ, അത് കാലക്രമേണ നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇതിൽ പല കാര്യങ്ങളും നമുക്ക് നോക്കാം. നോക്കൂ, നമ്മുടെ പല്ലിന്റെ രീതികൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ പച്ചക്കറികളും അല്ലെങ്കിൽ പുല്ല് മാത്രം തിന്നുന്ന പശുവിന്റെ പല്ലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന് കോമ്പല്ലുകളില്ല. അതായത് ഇപ്പോൾ പുലിക്കും സിംഹത്തിനൊക്കെ ഉള്ള പോലെ ഇങ്ങനെ കോമ്പല്ലുകൾ, അല്ലെ? നമ്മുടെ എന്താ പറയുക, കല്ലിയങ്കാട്ട് ലീലിക്കൊക്കെ ഉള്ള പോലത്തെ കോമ്പല്ലുകൾ. അപ്പോൾ യക്ഷിക്കൊക്കെ എന്തിനാ അങ്ങനത്തെ പല്ല് കൊടുക്കുന്നത്? യക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ കൊന്ന് രക്തം കുടിക്കുന്ന, അല്ലെ? അപ്പോൾ കംപ്ലീറ്റ്ലി നോൺ വെജ് ആണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഈ കെനൈൻസ് എന്ന് പറയുന്ന ഈ പല്ലുകൾ കണ്ട, ഈ 2 കല്ല്, ഇതാണ് നമ്മുടെ കനൈൻ. അപ്പൊ നമുക്ക് മനുഷ്യന്മാർക്ക് അങ്ങനെ എക്സ്ട്രാ പോലെ വലിയ കനേനോ അല്ലെങ്കിൽ പുലിനെയും എന്താ പറയുക സിംഹത്തിനെ പോലെ വലിയ കനേനൊന്നുമില്ല. കാര്യം നമ്മൾ അങ്ങനെ വേട്ടയാടി പിടിച്ചിട്ടൊന്നും കഴിക്കുന്നില്ല. പക്ഷെ പുലിയുടെയും സിംഹത്തിന്റെ ഒക്കെ പല്ല് നിങ്ങൾ കണ്ടിട്ടില്ല. കനൈൻസ് എന്ന് പറയുന്നത് ഇത് കടിച്ച് വലിച്ച് പറിച്ചൊക്കെ തിന്നാനുള്ള ആ ഒരു പല്ലുകളാണ്. ഈ കനൈൻസ് ആക്ച്വലി ഹെർബിവോറസ് ആയിട്ടുള്ള പച്ചക്കറി തിന്നുന്ന പശുവിനും അല്ലെങ്കിൽ അങ്ങനത്തെ ആടിനൊന്നും ഇല്ല. അതിന് മെയിൻ ആയിട്ട് പരന്ന പല്ലുകളാണുള്ളത്. നമ്മൾ പശുവിന്റെ പല്ല് കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ നായയുടെ പല്ല് നോക്കൂ, പൂച്ചയുടെ പല്ല് നോക്കൂ, അതുപോലെ തന്നെ ഇതുപോലെ സിംഹത്തിന്റെ പുല്ലിയുടെ ഒക്കെ, അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇറച്ചി മീനൊക്കെ കടിച്ച് വലിച്ച് തിന്നാനുള്ള പല്ലുകളാണ്. നമുക്കാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കൂടി മിക്സ്ചറാണ്, അല്ലെ? നമുക്ക് പരന്ന ഇൻസൈസേഴ്സും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ കൂർത്ത കനൈനും ഉണ്ട്, അതുപോലെ മൊളാർ പല്ലുകളും ഉണ്ട്, പരന്ന
മൊളാർ പല്ലുകളും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ പരന്ന പല്ലുകളുടെയും കൂർത്ത പല്ലുകളുടെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക്. അതെന്തിനാ? നമുക്ക് പച്ചക്കറി തിന്നണമെങ്കിൽ പച്ചക്കറി തിന്നണ പോലത്തെ പല്ലുകളും, ഇറച്ചി തിന്നണമെങ്കിൽ ഇറച്ചി തിന്നാൻ, അത് കടിച്ചു വലിച്ച് തിന്നാനുള്ള കനേനുകളും നമുക്ക് പ്രകൃതി തന്നിട്ടുണ്ട്. അത് കാലക്രമേണ രൂപപ്പെട്ടു വന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ എൻസൈമുകൾ. നോക്കൂ, നമ്മുടെ ദഹന വ്യവസ്ഥയിലെ മെയിൻ ആയിട്ടുള്ള എൻസൈമുകളും അതുപോലത്തെ ദഹന രസങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ദഹിപ്പിക്കാനുള്ളതാണ്. സത്യത്തില് നിങ്ങൾ ഒരു പച്ചക്കറി, അങ്ങനെ നമ്മൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ പശുവൊക്കെ തിന്നണ പോലെ നിങ്ങളൊന്ന് പുല്ലും വൈക്കോലൊക്കെ ഒന്ന് ചവച്ച് തിന്നു നോക്കിയേ. സെല്ലുലോസ്, നമുക്ക് പുല്ലിലും വൈക്കോലൊക്കെ സെല്ലുലോസ് ആണ്. ഈ സെല്ലുലോസ് അതുപോലെ അങ്ങ് തിന്നു നോക്കിയേ, ദഹിക്കുവോ? ഇല്ല. കാരണം പശുവിനും കാളയ്ക്കും എരുമയ്ക്കും ഒക്കെ ഉള്ള പോലെ അങ്ങനെയുള്ള സെല്ലുലോസ് ദഹിപ്പിക്കാനുള്ള ദഹനരസങ്ങൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഇല്ല. അപ്പോ നമ്മൾ വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണമാണ് മനുഷ്യന്റെ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും. കാരണം പച്ചപ്പുല്ലും വൈക്കോലും ഒന്നും ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ദഹനരസങ്ങൾ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഇല്ല. നമ്മൾ ബേസിക്കലി ഈ രണ്ടും കൂടിക്കലർന്ന ഒരു ഭക്ഷണ രീതിയാണ്. നമുക്ക് പച്ചക്കറി കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അത് പാകം ചെയ്ത് കഴിക്കുമ്പോഴാണ് നമുക്കത് ദഹിച്ച് പോവുക. ഓക്കെ, അപ്പോൾ നോൺ വെജ് ആണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒംനിവോറസ് ആണ്, നമുക്ക് രണ്ടും കഴിക്കുന്ന ഒരു രീതിയാണ്. ഇനി വേറൊരു കാര്യം കൂടി, ഈ വെജിറ്റേറിയൻ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ വെജിറ്റേറിയൻ നല്ലത്, നോൺ വെജിറ്റേറിയൻ ചീത്ത, അല്ലെങ്കിൽ നേരെ തിരിച്ച് നോൺ വെജിറ്റേറിയൻ നല്ലത്, വെജിറ്റേറിയൻ ചീത്ത, ഞാൻ അങ്ങനെയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, നമ്മുടെ വസ്ത്രം പോലെയല്ലേ, നമുക്ക് ഏത് വസ്ത്രമാണ് ഇടാൻ ഇഷ്ടം എന്നുള്ളത് നമ്മുടെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, അല്ലെ? അപ്പോൾ അതുപോലെ തന്നെ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഒരു മനുഷ്യന്റെ ചോയ്സ് ആണ്. അപ്പോൾ വെജിറ്റേറിയൻകാര് നോൺ വെജിറ്റേറിയൻകാരെ പുച്ഛിക്കേണ്ട കാര്യമില്ല, തിരിച്ച് നോൺ വെജിറ്റേറിയൻകാരെ പുച്ഛിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മനുഷ്യന്റെ എവല്യൂഷനിൽ മനുഷ്യനെ കൂടുതലായിട്ട് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശരീരഘടന. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ചില അത്യാവശ്യ ന്യൂട്രിയൻസ്, പോഷകാംശങ്ങളും വൈറ്റമിനുകളും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ വെജിറ്റേറിയൻകാരെ പുച്ഛിക്കാനോ പരിഹസിക്കാനോ പറയുന്നതല്ല, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നതാണ്. നോക്കൂ, നിങ്ങൾ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെങ്കിൽ, അതായത് മുട്ടയും പാലും പോലും കഴിക്കാത്ത വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് B12, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. കാരണം B12 എന്ന് പറയുന്ന ആ ഒരു വൈറ്റമിൻ മെയിൻ ആയിട്ട് നോൺ വെജ് ഭക്ഷണങ്ങളിലാണ്, ഇറച്ചിയിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് കഴിക്കാത്ത ആളുകൾക്ക് B12 ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ B12 ഡെഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ അത് അനീമിയ ഉണ്ടാക്കാം, നമുക്ക് കൈകാലുകൾക്ക് മരവിപ്പ് ഉണ്ടാക്കാം, തരിപ്പ് ഉണ്ടാക്കാം, ബലക്കുറവ് ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്ട്രോക്ക് ആണോ, നമുക്ക് എന്താ പറയുക, ഇത് പക്ഷാഘാതം വന്നോ എന്നൊക്കെ നമ്മൾ സംശയിക്കും B12 ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോൾ. അപ്പോൾ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻകാരുടെ അടുത്താണ് B12 നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. B12 കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇഞ്ചക്ഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ B12 ഡെഫിഷ്യൻസി വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസിൽ കുറവായിട്ട് കാണപ്പെടുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ആളാണ്. വേറെ പല വൈറ്റമിനുകളും ഈ പറയുന്ന പോലെ വെജിറ്റേറിയൻകാരിൽ കുറവായിട്ട് കാണാറുണ്ട്. അതെന്തൊക്കെയാണ്? രണ്ടാമത്തേത് വൈറ്റമിൻ ഡി. ഓക്കെ, വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ള സത്യമാണ്. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ കൂടുതലായിട്ട് നോൺ വെജിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ ഡയറി പ്രൊഡക്ട്സ് ആയിട്ടുള്ള ചീസ്, അതുപോലെ പാല്, മുട്ട, അതുപോലെ ചെറിയ മത്സ്യങ്ങൾ, മത്തി പോലെയുള്ള ചെറിയ മത്സ്യങ്ങളിലൊക്കെയാണ് വൈറ്റമിൻ ഡി ധാരാളം ഉള്ളത്. അപ്പോൾ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസ്, ഇതൊന്നും കഴിക്കാത്ത വെജിറ്റേറിയൻസിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാം. അടുത്തത് അയേൺ, ഇരുമ്പ്. അപ്പൊ നിങ്ങൾ പറയും ചീരയിലും മുരിങ്ങയിലൊക്കെ ധാരാളം ഇരുമ്പുണ്ടല്ലോ. ശരിയാണ്, ചീരയിലും മുരിങ്ങയിലൊക്കെ ധാരാളം ഇരുമ്പുണ്ട്. പക്ഷേ ഈ ഇരുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടണം, അബ്സോർബ് ചെയ്യപ്പെടണം. ഇത് വെജിറ്റേറിയൻ ഭക്ഷണങ്ങളിലുള്ള ഇരുമ്പിന്റെ ആഗിരണം വളരെ കുറവാണ്. അപ്പോൾ നോൺ വെജ് ആൾക്കാർ കഴിക്കുന്ന അത്രത്തോളം ഇരുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വെജിറ്റേറിയൻകാരുടെ ഭക്ഷണത്തിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടില്ല. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയൺ കുറഞ്ഞത് കൊണ്ടല്ല അത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മൾ വെജിറ്റേറിയൻ ആള് 10 ഗ്രാം കഴിച്ചു, നോൺ വെജിറ്റേറിയൻകാളും 10 ഗ്രാം കഴിച്ചെങ്കിൽ ഈ നോൺ വെജ് അയൺ ആണ് കൂടുതൽ അബ്സോർബ് ചെയ്യപ്പെടുക. രണ്ടുപേരും കഴിച്ച എമൗണ്ട് ഓഫ് അയൺ സിമിലർ ആണെങ്കിലും വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് അയൺ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അയൺ പലപ്പോഴും സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആളുകളിൽ കുറവാകും. അപ്പൊ അനീമിയ കാണാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് കാൽഷ്യം കുറവാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കൂ, കാൽഷ്യം റാഗി പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ധാരാളം കാൽഷ്യം ഉണ്ട്. പക്ഷെ റാഗിയൊക്കെ ഇപ്പൊ ആരാ കഴിക്കുന്നത്? അപ്പൊ എനിക്ക് വെജിറ്റേറിയൻകാരടുത്ത് പറയാനുള്ളത്, നിങ്ങൾ മുട്ടയും പാലൊന്നും കഴിക്കാത്ത ആളുകളാണെങ്കിൽ റാഗി പോലെയുള്ള കാൽഷ്യം നല്ലപോലെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ്, സിങ്ക്. നോക്കൂ, സിങ്ക് അടങ്ങിയിരിക്കുന്നത് പ്രധാനപ്പെട്ടിട്ടും ഈ എന്താ പറയുക മത്സ്യങ്ങളിലും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ്, നോൺ വെജ് ഐറ്റംസിലാണ്. വെജിറ്റേറിയൻസിലും ഉണ്ട്, നട്ട്സിലൊക്കെ നമുക്ക് നട്ട്സ്, ലെഗ്യൂംസ്, അതുപോലത്തെ സീരിയൽസ്, ധാന്യങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താണെന്നറിയോ?
ഈ വെജിറ്റേറിയൻ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്, അതൊരു കെമിക്കലാണ്. ആ കെമിക്കൽ ഈ സിങ്കിനെ അബ്സോർബ്, ആഗിരണം ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന നട്ട്സിലും ലെഗൂംസിലും സീരിയൽസിലും ഒക്കെ ധാരാളം വെജിറ്റേറിയൻകാർക്ക് സിങ്ക് ഉണ്ടെങ്കിൽ പോലും, അവർ കഴിച്ചാൽ പോലും അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന വേറൊരു ഫൈറ്റേറ്റ് എന്ന് പറയുന്ന ഘടകം ഇത് ഈ സിങ്കിനെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നതിൽ നിന്ന് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിങ്ക് ഡെഫിഷ്യൻസിയും വെജിറ്റേറിയൻകാരിൽ കൂടുതലായിട്ട് കാണുന്നു. അടുത്തത് omega-3 ഫാറ്റി ആസിഡ്സ്, നമ്മൾ ഡോക്കോസ ഹെക്സോണിക് ആസിഡ് എന്നൊക്കെ പറയാം, DHA, അത് വെജിറ്റേറിയൻകാരിൽ കുറവാണ് കാണുന്നത്. കാരണം ഇത് കാണുന്നത് കൂടുതലായിട്ട് ജലജന്യമായിട്ടുള്ള ഭക്ഷണങ്ങളിലാണ്. അതായത് നമ്മുടെ സീ ഫിഷുകളിൽ, ഷെൽ ഫിഷുകളിൽ, ഇതിലൊക്കെയാണ് ധാരാളം omega-3 ഫാറ്റി ആസിഡ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്സ്യം കഴിക്കാത്ത സ്ട്രിക്റ്റ് വെജിറ്റേറിയൻസിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഡെഫിഷ്യൻസി കാണാറുണ്ട്. അവസാനത്തെ ആള് അയോഡിൻ. നിങ്ങൾക്ക് അറിയാലോ, അയഡിൻ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് മത്സ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത് കഴിക്കാത്ത ആളുകളിൽ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അയഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പ് ഉപയോഗിക്കുക. അപ്പോൾ കല്ലുപ്പിന് പകരം എന്തായാലും വെജിറ്റേറിയൻകാര് അയഡൈസ്ഡ് ആയിട്ടുള്ള ഉപ്പ് ഉപയോഗിക്കാം. സോ ഈ പറയുന്ന ഇത് വെജിറ്റേറിയൻകാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ വെജിറ്റേറിയൻ കഴിക്കുക, നോൺ വെജിറ്റേറിയൻ കഴിക്കുക, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും നിങ്ങളോട് നോൺ വെജിറ്റേറിയൻ ആവാനല്ല പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുണ്ടോ? വൈറ്റമിൻ ഡി ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാൽഷ്യവും ഹീമോഗ്ലോബിനും B12 ഒക്കെ ഒന്ന് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയറെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കണം, വെജിറ്റേറിയൻകാർ പ്രത്യേകിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. അതിന്റെ അർത്ഥം നിങ്ങൾ പോയി നോൺ വെജ് ആവണമെന്നല്ല. B12 ആണെങ്കിൽ അതിന്റെ ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. അയൺ കുറവാണെങ്കിൽ അയൺ നമുക്ക് മരുന്നായിട്ട് കഴിക്കാം. അപ്പോൾ അതെന്താണെന്ന് നോക്കി നിങ്ങൾ അത് ട്രീറ്റ്മെന്റ് എടുക്കണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ വെജിറ്റേറിയൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയെങ്കിലും ആളുകൾ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ. അതിന്റെ ഇടയിൽ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ട. നമ്മൾ കഴിക്കുന്നത് നമ്മൾ കഴിക്കുക, അവർ കഴിക്കുന്ന അവർ കഴിക്കട്ടെ. പക്ഷേ ഈ പറയുന്ന പോലെയുള്ള മെഡിക്കൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക. ബൈ.